ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഫെബിന്റെ വീട്ടിലേക്ക് അവന്റെ അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടി പോകുന്നുണ്ട്. മാളുവിന്റെ വീട്ടിൽ നിന്നാണ് അവർ വരുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ ആ അച്ഛനും അമ്മക്കും വല്ലാത്തൊരു അനിഷ്ടം മുഖത്ത് വന്നിരുന്നു. ഞങ്ങളുടെ വാക്കൊന്നും കേൾക്കാതെ അവരങ്ങോട്ടേക്ക് ഒളിച്ചോടി പോയേക്കുവാണല്ലോ എന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ സച്ചി വളരെ കൂളായി പറഞ്ഞു, അവരിപ്പോൾ എവിടെയുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. രണ്ടുപേരെയും അവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇത് കേട്ടപ്പോൾ ഫെബിന്റെ അമ്മക്ക് ഒരാശ്വാസമായി. എന്നാൽ പിന്നെ നമുക്കവരെ പോയി കൂട്ടിക്കൊണ്ടുവരാം, സംസാരിച്ച് തീർക്കാമെന്നൊക്കെ അമ്മ പറഞ്ഞുവെങ്കിലും അച്ഛൻ അതത്രങ്ങ് ദഹിച്ചില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ്? അവൻ നമ്മളുടെ ഇഷ്ടത്തേക്കാൾ അവളോടാണല്ലോ പ്രാധാന്യം. അതുകൊണ്ടല്ലേ അവളുടെ പുറകെ പോയത് എന്നൊക്കെ അച്ഛൻ ദേഷ്യത്തോട് ചോദിച്ചു. അപ്പോഴാണ് സച്ചി ആ സത്യം തുറന്നു പറയുന്നത്. ഫെബിനും മാളവിയും ഇതുവരെയും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. മാത്രവുമല്ല, നിങ്ങൾ രണ്ടു കൂട്ടരും സമ്മതിച്ചാൽ മാത്രമേ അവർ വിവാഹം കഴിക്കുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട് എന്നും സച്ചി കൂട്ടിച്ചേർത്തു. പിന്നെ എന്തിനാണോ അവർ ഒളിച്ചോടിപ്പോയത് എന്നൊക്കെ സച്ചിയോട് അച്ഛൻ ചോദിച്ചു. എന്നാൽ പിന്നെ നമുക്ക് അവരുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചാലോ എന്ന് സച്ചി ചോദിച്ചുവെങ്കിലും ഫെബിന്റെ അച്ഛൻ ഒരു രീതിയിലും അതിന് തയ്യാറില്ലായിരുന്നു. ഞാൻ അതിന് തയ്യാറായിരുന്നു എന്നൊക്കെ ഫെബിന്റെ അമ്മ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിച്ചതിനു മുമ്പായിട്ട് അമ്മയോട് പോയിട്ട് താലമെടുത്തിട്ട് വരാൻ അച്ഛൻ പറഞ്ഞു. അമ്മ വേഗം തന്നെ താലമെടുക്കാൻ പോയി. പക്ഷേ അച്ഛനായിരുന്നുവെങ്കിൽ സച്ചിയോടും രേവതിയോടും ചോദിക്കുന്നത് നിങ്ങൾ എന്താ കല്യാണം ഉറപ്പിക്കാനോ മറ്റോ വന്നതാണോ എന്നാണ്. അതെ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണല്ലോ, നമുക്കങ്ങ് സംസാരിച്ച് തീരുമാനമാക്കാമെന്ന് സച്ചി പറഞ്ഞുവെങ്കിലും അച്ഛന് ദേഷ്യം വന്നു. എൻ്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയ അവൻ്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കുമെന്നാണോ നീ ആ താലി കൊണ്ടുപോയി വെച്ചേ? അങ്ങനെ പറഞ്ഞ് അയാൾ ആ താലം അങ്ങോട്ടേക്ക് തട്ടി മാറ്റി വെച്ചു. ഇത് കേട്ട ഉടനെ തന്നെ അയാളെ എന്തായാലും നേരെ ചൊവ്വേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് സച്ചിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സച്ചി ചെറിയൊരു സൈക്കോളജിക്കൽ നമ്പർ അങ്ങ് ഇറക്കി. സാറേ, അങ്ങനെ സ്നേഹത്തിന് വിരോധമായിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് സാറിനെ കണ്ടാൽ തന്നെ അറിയാലോ. സാറിൻ്റെ മകന് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അത് കേൾക്കാതെ അവൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി എന്നുള്ള ആ ഒരു ദേഷ്യത്തിലല്ലേ? ഒരിക്കലും സ്നേഹം തെറ്റാണെന്ന് പറയുന്ന ഒരാളാണോ, അല്ലെങ്കിൽ സ്നേഹത്തിന് എതിരായിട്ടുള്ള ഒരാളോ അല്ല സാർ എന്ന് സച്ചി അങ്ങോട്ടേക്ക് കാച്ചി. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മക്കും ആദ്യം കാര്യമൊന്നും മനസ്സിലായില്ല. എന്തൊക്കെ ഇവനീ പറയുന്നത് എന്ന മട്ടിലിങ്ങനെ പുരുകൻ ചുളിച്ച് നിൽക്കുവാണ് അവരെ. അപ്പോൾ രേവതിയും കൂടെ ഏറ്റുപിടിച്ചു. സാറേ, നിങ്ങൾ നിങ്ങളുടെ മകനെ നന്നായിട്ട് വളർത്തി, അവന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തു. ഒരുപാട് സ്നേഹം കൊടുത്തു തന്നെയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ ഞങ്ങളെയും വളർത്തിയത്. പക്ഷേ ഒരിക്കലും ഒരു അച്ഛൻ്റെ വേദന എന്താണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവാനാവില്ല. എന്ത് ചെയ്യാനാണ് സർ? മക്കളോട് എല്ലാവരും നല്ല സ്നേഹമായിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ മോനോട് അതിയായ സ്നേഹമുണ്ടാവും. അല്ലാതെ ഒരിക്കലും സാറ് സ്നേഹത്തിനെതിരായിട്ടുള്ള ഒരാളൊന്നുമല്ലല്ലോ. അപ്പോഴേക്കും അച്ഛൻ വീണ്ടും എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് തീരുമാനമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സച്ചി വീണ്ടും ഇടയിൽ കയറി. തീരുമാനമെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമല്ലേ സാറ് ചോദിച്ചു വരുന്നത്? അച്ഛൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു താലം നൈസായിട്ട് രേവതിയുടെ അടുത്തേക്ക് അങ്ങ് നീക്കി വെച്ച് കൊടുത്തു. രേവതിയാണെങ്കിൽ ഉടനെ തന്നെ അതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ എടുത്തു വെക്കാനും തുടങ്ങി. മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രായം വരെ അച്ഛനമ്മമാരെ തീരുമാനമെടുക്കണം. പക്ഷേ അവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു പക്വത വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ മാത്രമേ തീരുമാനമെടുക്കൂ, അങ്ങനെ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. എങ്കിലും അവരുടെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള കാര്യം എന്താണോ അത് പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ അവകാശവും അച്ഛനമ്മമാർക്കുണ്ട് എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുത്തു. അതെ സർ, അവർ രണ്ടുപേരുമാണല്ലോ ജീവിക്കാൻ പോകുന്നത്. അവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടാവില്ലേ? അത് നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അച്ഛനമ്മമാരല്ലേ? ഒരിക്കലും സാറ് സ്നേഹത്തിനെതിരല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് സച്ചി ഇടയ്ക്ക് കയറി പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് അച്ഛനും അമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ സച്ചി വീണ്ടും പറഞ്ഞു, എത്ര വർഷം വേണമെങ്കിലും അച്ഛനമ്മമാർക്ക് സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നോളാമെന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ ഒരു സ്നേഹം അത്രമാത്രം സത്യസന്ധമായതുകൊണ്ടല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഒന്ന് സമ്മതിച്ചുകൂടെ എന്നൊക്കെ രേവതി ചോദിച്ചു. അവർ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അവരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അനുവദിച്ചൂടെ എന്നൊക്കെ രേവതി ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ മനസ്സൊന്നലിഞ്ഞു. സച്ചിയും രേവതിയും എന്ന് പറയുന്നത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളാണല്ലോ. അങ്ങനെയുള്ള നിങ്ങൾ തന്നെ അവരെ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാനും എൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് എതിരൊന്നും നിൽക്കുന്നില്ല. എനിക്കും സമ്മതമാണെന്ന് ഫെബിൻ്റെ അച്ഛനങ്ങ് തുറന്നു പറഞ്ഞു. ശരി, ഇപ്പോൾ എല്ലാം ഓക്കെയായി, നമുക്ക് ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കാം. ഒരിക്കലും സാറ് സ്നേഹത്തിനെതിരില്ല എന്ന് എനിക്കറിയാമെന്ന് സച്ചി വീണ്ടും അങ്ങ് പറഞ്ഞപ്പോൾ അച്ഛന് ചിരി വന്നു. നീ വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും സ്നേഹത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല എന്ന് ഫെബിൻ്റെ അച്ഛൻ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ബീരാൻ നേരെ അശോകൻ്റെ വീട്ടിലേക്ക് ചെന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഫെബിൻ്റെ അച്ഛനെ വിളിക്കുന്നത്. ഞാൻ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു, അവരൊക്കെ നല്ലവരാണ് എന്ന് ബീരാൻ പറഞ്ഞു.
കേട്ട ഉടനെ തന്നെ ഫെബിന്റെ അച്ഛൻ പറഞ്ഞു, ഇവിടെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് 2 പേര് ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ചു. ഇവിടെ വന്ന് സംസാരിച്ച ആ പയ്യനാണെങ്കിൽ എന്റെ മനസ്സ് മാറ്റുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇത് കേട്ട ബീഗിരാൻ ഭയങ്കര അത്ഭുതത്തോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ആരും പറയുന്നതൊന്നും കേൾക്കാത്ത ആളാണല്ലോ. എന്തായാലും ഭാഗ്യം, നിങ്ങൾ സമ്മതിച്ചല്ലോ. അവന്റെ സംസാരം കേട്ടപ്പോൾ ഏട്ടാ എനിക്കും ശരിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് എന്ന് ഫെബിന്റെ അച്ഛൻ പറഞ്ഞു. ശരി, ഏതായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം പെണ്ണിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം. അത്രയും പറഞ്ഞ ബീരാൻ ഫോൺ വെച്ച ഉടനെ തന്നെ ഫെബിന്റെ അച്ഛൻ സച്ചിയോട് ചോദിച്ചു, ഇവളുടെ ആങ്ങളെയാണോ അവർ ചെന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചത് എന്ന്. അതെ, നല്ല കുടുംബമാണ്, കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അവരൊക്കെ നല്ല കുടുംബക്കാരാണ്. അശോകൻ അങ്കിളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ ഒരു ദിവസം സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നെ അവരുടെ കുടുംബം ഇഷ്ടമാവുമെന്ന് സച്ചി പറഞ്ഞു. ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് അവരെ സച്ചിയും രേവതിയും ക്ഷണിക്കുന്നുമുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ വരുമെന്നൊക്കെ ഫെബിന്റെ അച്ഛന് വാക്ക് കൊടുത്തു. കുറെ നേരമായി സർ, ഈ താലവും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തരട്ടെ എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഇനി വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ച് അവർ ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ അത് വാങ്ങിയിട്ട് അത് നേരെ കൊണ്ടുപോയി പൂജാമുറിക്കകത്തേക്ക് വെച്ചു. ഫെബിന്റെ അമ്മയാണത് വെക്കുന്നത്. അതിനുശേഷം ഫെബിന്റെ അമ്മ സച്ചിയോടും രേവതിയോടും പറഞ്ഞു, മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബം എപ്പോഴും നന്നായിരിക്കുമെന്ന് അവർ ഉള്ളറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ മകൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം അവൻ എങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും അളിയൻ ഇങ്ങോട്ടേക്ക് വരും. അവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം പോയാൽ പോരെ എന്ന് ഫെബിന്റെ അച്ഛൻ ചോദിച്ചു. അയ്യോ സർ, അതൊക്കെ പിന്നൊരു ദിവസം ആവാമല്ലോ, എനിക്ക് അർജന്റായിട്ടൊരു ട്രിപ്പ് പോകാനുണ്ട്. ഇവളാണെങ്കിൽ പൂക്കട വെച്ച് നടത്തുകയാണ്, പൂ കൊടുക്കാനൊക്കെ പോവാനുണ്ട്. അതുമാത്രമല്ല ഡെക്കറേഷൻ ജോലികളും കാര്യങ്ങളൊക്കെ എടുത്തു ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി അവരവിടെ നിന്നും ഇറങ്ങി. ഏതായാലും ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി തന്നെ അവസാനിച്ചല്ലോ, അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരവിടെ നിന്നും സന്തോഷത്തോടെ ഇറങ്ങി. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ കടയാണ്. കടയിലേക്ക് ഒരു ടാറ്റു അടിക്കാനുള്ള ഒരാളങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അയാൾ വരുന്നത് കാണുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ച് ശ്രുതി കാര്യം എന്താണെന്ന് ചോദിക്കും. സർ, ഞാൻ മേടിക്കാൻ വേണ്ടി വന്നതല്ല, വിൽക്കാൻ വേണ്ടി വന്നതാണെന്ന് അയാൾ പറഞ്ഞു. വിൽക്കാനോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ ടാറ്റു അടിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര പേടിയാണ്. ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ശ്രുതി മെല്ലെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് കേട്ടതുകൊണ്ട് തന്നെ ശ്രുതി എനിക്ക് ടാറ്റു അടിക്കണമെന്ന് വാശി പിടിക്കുകയാണ്. വേണ്ട, സൂചി കൊണ്ടൊക്കെ കുത്തും, ഭയങ്കര വേദനയായിരിക്കും. മാത്രമല്ല ടാറ്റു അടിച്ചിട്ട് പണ്ട് ശ്രുതിയുടെ ആ ഒരു ഫ്രണ്ടിന് പനി പിടിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ ശ്രുതി പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാവർക്കും സംഭവിക്കില്ല, അടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അയാളെ കൂട്ടിയിട്ട് പോയിട്ട് കയ്യിൽ പേര് കുത്തുകയാണ്. ശ്രുതിക്കാണെങ്കിൽ പേടിച്ച് അതിന്റെ അടുത്തേക്ക് പോലും പോകുന്നില്ല. ടാറ്റു അടിച്ചു കഴിഞ്ഞതിന് ശേഷം പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ വിളിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത്. ടാറ്റു അടിച്ചത് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രുതി പറയുമ്പോൾ അതൊരു പേരാണെന്ന് ശ്രുതി പറഞ്ഞു. ആരുടെ പേരാണെന്ന് ഗസ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം അമ്മയുടെ പേരാണോ പിന്നെ അച്ഛന്റെ പേരാണോ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല, ശ്രുതിയുടെ പേരാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ഒരു ടാറ്റു അടിച്ചതങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണോ അവരുടെ പേരിലെ കയ്യിൽ പച്ച കുത്തേണ്ടത് എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ശ്രുതിക്ക് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ശ്രുതിക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ കയ്യിൽ പച്ച കുത്തിയത് എന്ന് ഓർത്തിട്ട് ശ്രുതിക്ക് ആകെ ഇങ്ങനെ സന്തോഷമാവാണ്. അതിനുശേഷം അവർ നേരെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ശ്രുതി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇന്ന് ശ്രുതി ചെയ്ത കാര്യം എന്താണെന്നറിയോ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ശ്രുതി ചെല്ലുന്നത്. അമ്മേ, ഇന്ന് ശ്രുതി എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ ചെയ്തത് എന്ന് ചന്ദ്രമതി ആകാംക്ഷയോട് ചോദിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും അമ്മേ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോഴേക്കും എന്താ ശ്രുതി വീണ്ടും എന്തെങ്കിലും തരികിട ഒപ്പിച്ചോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്. എന്താണ് എന്നുള്ള കാര്യം ആദ്യം നോക്കാൻ സച്ചിയേട്ട എന്ന് രേവതി പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിയോട് പറയുന്നുണ്ട്, നീ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുകയെന്ന്. അങ്ങനെ ശ്രുതിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കുകയാണ്. ശ്രീകാന്തെ, വേഗം വാ കാണാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താന്നാവോ അതിന് മാത്രം കാണാൻ, വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂടി ചേർന്ന് അരികിലേക്ക് ചെന്നു. ശ്രുതിയുടെ പേര് അവൾ ഇങ്ങനെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് എല്ലാവരും കൂടെ കാണാണ്. അമ്മേ, ഇന്ന് കടയിലേക്ക് പച്ച കുത്താൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്രുതി പച്ച കുത്തണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മറ്റെന്തെങ്കിലും ഡിസൈൻ ആയിരിക്കും പച്ച കുത്താൻ പോകുന്നത് എന്ന്. പക്ഷേ പിന്നീടാണ് കണ്ടത് അവൾ എന്റെ പേരാണ് പച്ച കുത്തിയിരിക്കുന്നത് എന്ന്. ഞാൻ അമ്മേ ശരിക്കും അങ്ങ് കരഞ്ഞു പോയി എന്ന് ശ്രുതി ഇമോഷണലായി പറഞ്ഞു. എടാ, പൗഡറേട്ടത്തേക്ക് പച്ച കുത്താൻ നീ എന്തിനാണ് അങ്ങനെ കരഞ്ഞത് എന്ന് സച്ചി തമാശക്ക് ചോദിക്കാണ്. അതെ സച്ചേട്ട, ഇമോഷണലായിട്ട് കരഞ്ഞു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്ന് ശ്രീകാന്ത് തിരുത്തി പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. സ്വന്തം പ്രിയപ്പെട്ട മകന്റെ പേര് ശ്രുതി കയ്യിൽ പച്ച കുത്തിയല്ലോ, അതും പെർമനന്റ് ടാറ്റു അടിച്ചത് എന്നൊക്കെ കേട്ടപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം അടക്കാനായില്ല.
ശ്രുതി കയ്യിൽ ടാറ്റു അടിച്ച സമയത്ത് നിനക്ക് വേദനിച്ചിരുന്നോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഡിസൈനാണ് കുത്തിയതെങ്കിൽ ഒരു പക്ഷേ വേദനിച്ചേനെ. പക്ഷേ സുധിയുടെ പേരായതുകൊണ്ട് എനിക്കൊട്ടും വേദനിച്ചില്ല ആന്റി എന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ ആ ഉരുട്ട് നന്നായിട്ട് ഉരുട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. സച്ചി ഉദ്ദേശിച്ച ഉരുട്ടൽ എന്താണെന്ന് ശ്രീകാന്തിനും വർഷക്കും മനസ്സിലായതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞത് എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അല്ല രേവതി, ചപ്പാത്തി മാവ് ഉരുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സച്ചി നൈസായിട്ട് അവിടെ നിന്നും തടി തപ്പി. എന്നാലും ശ്രുതി, നിനക്ക് ശ്രുതിയോട് ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്ന കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവന്റെ പേര് നീ കയ്യിൽ പച്ച കുത്തിയല്ലോ. അത്രക്കധികം സ്നേഹമുണ്ടെങ്കിൽ ഒരു കയ്യിൽ അച്ഛന്റെയും മറ്റേ കയ്യിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മകന്റെയും പേര് അങ്ങ് കുത്തിവെച്ചാൽ മതിയെന്ന് സച്ചി തമാശ രൂപേണ പറഞ്ഞു. അതിനിടയ്ക്ക് രേവതിയാണെങ്കിൽ എന്തായാലും സച്ചിയേട്ടാ, അത് വലിയ കാര്യം തന്നെയാണ്. എനിക്കും സച്ചിയേട്ടന്റെ പേര് എന്റെ കയ്യിൽ പച്ച കുത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വേണ്ട രേവതി, നിനക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലുണ്ടായാൽ മാത്രം മതി. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരുടെ സ്നേഹമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഇട്ടും ഇങ്ങനെ പുറത്ത് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും. എന്നിട്ട് റൂമിന്റെ ഉള്ളിൽ ചെന്നിട്ട് ഫുൾ അടിയായിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല രേവതി എന്ന് സച്ചി പറഞ്ഞു കൊടുക്കാണ്. ശ്രുതി ചേച്ചി ഒന്ന് കാണിച്ചെന്നൊക്കെ പറഞ്ഞു വർഷ പോയിട്ട് ആ ഒരു ടാറ്റു തൊട്ടു നോക്കി. ശ്രുതിയാണെങ്കിൽ ആ ഒരു വേദന കൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. എന്താ വർഷേ, നീയും ടാറ്റു കുത്താൻ പോവാണോ എന്ന് സച്ചി ചോദിച്ചു. അവൾ അതൊന്നും ചെയ്യില്ല. അവൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ തന്നെ പേടിയാണെന്ന് ശ്രീകാന്ത് അവളെ കളിയാക്കി. അതിനെന്താ കുഴപ്പം, ശ്രീകാന്ത് എനിക്ക് വേണ്ടിയിട്ട് ടാറ്റു കുത്തും അല്ലേ ശ്രീകാന്ത് എന്ന് വർഷ ചോദിച്ചപ്പോഴേക്കും അതിൻ്റെ ഒന്നും ആവശ്യം എന്തായെന്ന്, നിന്റെ പേര് ഞാൻ എന്റെ മനസ്സിൽ ടാറ്റു ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പുറത്തെടുത്ത് കാണിക്കണോ എന്ന് ശ്രീകാന്ത് റൊമാൻറ്റിക്കായി ചോദിച്ചു. അപ്പോഴേക്കും സച്ചി അരെ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈയടിച്ചങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് നോക്കു വർഷേ, ടാറ്റു കുത്തുക എന്നൊക്കെ പറയുന്നത് സ്വയം തോന്നി ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാനാണെങ്കിലും ശ്രുതി പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഇത് ചെയ്തത് എന്ന് ശ്രുതി പറയുമ്പോഴേക്കും വർഷക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ടാറ്റു കുത്തിയാൽ മാത്രമേ സ്നേഹമുള്ളൂ എന്ന് വല്ല അർത്ഥവുമുണ്ടോ? സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ സ്നേഹം മനസ്സിലുണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വർഷ അവിടെ നിന്നും പോയി. അവളുടെ കാര്യം വിട്ടേക്ക്, അവൾ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് സച്ചി പറഞ്ഞു. ഏതായാലും ശ്രുതി ഇത് വലിയ കാര്യം തന്നെയാണ്, നിങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുക്കുക, റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി അവരെ പറഞ്ഞയച്ചു. അമ്മേ, രേവതിയുടെ അടുത്ത് ടിഫിൻ എടുത്ത് ഉള്ളിലേക്ക് വരാൻ പറ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും സച്ചിക്കങ്ങ് ദേഷ്യം ഇരിച്ചു കയറി. അവളെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക്, ഉള്ളിൽ വന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചാൽ നിന്റെ കൈക്കെന്താ തളർവാദമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സച്ചി ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടാണ്. അപ്പോഴേക്കും ശ്രുതി പ്രശ്നം ശാന്തമാക്കാൻ വേണ്ടി ശ്രുതി നമുക്ക് പോയിട്ട് ടിഫിൻ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അവന്റെ കാര്യം വിട്ടേക്ക്, നിങ്ങൾ രണ്ടുപേരും ഉള്ളിലേക്ക് ചെല്ല്, ഞാൻ ടിഫിൻ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അവർക്ക് നേരെ ഫുഡ് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി മാളുവിനെ തിരികെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പുറത്തേക്ക് ഇറങ്ങാതെ വണ്ടിയിൽ തന്നെ മടിച്ചു നിൽക്കുന്ന മാളുവിനോട് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ പുറത്തേക്ക് ഇറങ്ങാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന്. എനിക്കൊരു ചെറിയ പേടിയുണ്ട് എന്ന് മാളു പറഞ്ഞു. ഇത് കൊള്ളാലോ, ആരോടും പറയാതെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിനക്ക് ഭയങ്കര ധൈര്യമായിരുന്നല്ലോ എന്ന് സച്ചി കളിയാക്കി ചോദിച്ചു. അല്ല, അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് നോക്കണമല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു ഭയം, അവർ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയാണെന്ന് അവള് പറഞ്ഞു. അതിലിപ്പോ മടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു, അവരുടെ ഫേസൊക്കെ പഴയതുപോലെ തന്നെയാണ്, ഇനിയിപ്പോ മുഖം മൂടിയിട്ട് അവരെ പോയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുമോ എന്ന് സച്ചി വീണ്ടും തമാശയായി ചോദിച്ചു. സച്ചിനൊന്നും മിണ്ടാതിരിക്കുകയെന്ന് രേവതി ശകാരിക്കാണ്. ഏതായാലും നിന്റെ അച്ഛനും അമ്മയും തന്നെയല്ലേ, നീ എന്ത് ചെയ്യാനാണ്, വാ എന്നൊക്കെ പറഞ്ഞ് രേവതി തന്നെ അവളെ സ്നേഹത്തോടെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോവാണ്. അവൾ തിരികെ വന്ന ഉടനെ തന്നെ അശോകന്റെ ഭാര്യ വന്ന് അവളെങ്ങനെ നിർത്താതിട്ട് അടിക്കുന്നുണ്ട്. ആന്റി, അവൾ എന്തിനെങ്ങനെ അടിക്കുന്നത്, വിടി എന്നൊക്കെ പറഞ്ഞ് രേവതി വീണ്ടും ഇങ്ങനെ പിടിച്ചു മാറ്റി. അവർ ശരിക്കും അവളുടെ സങ്കടമാണ് അവിടെ കാണിച്ചത്. അശോകനും ഭാര്യയുമൊക്കെ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നീ മാറി നിന്നപ്പോ ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്ന് നിനക്കറിയാമോ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്ന സമയത്തന്നെ അവൾ അമ്മയോട് സോറിയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛനരികിലേക്ക് ചെന്ന് ചെയ്തതെല്ലാം അവൾ മാപ്പ് ചോദിക്കുന്നുണ്ട്. മാളു, നിന്റെ സന്തോഷമാണ് മോളെ ഞങ്ങൾക്ക് വലുത്, ഇനിയിപ്പോ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്താ, രണ്ട് വീട്ടുകാർ സമ്മതിച്ചതല്ലേ, ഇനി ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അശോകനാണെങ്കിൽ സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും ഓർക്കാനേ വയ്യ. ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം 4 പേരുടെ അടുത്തേക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വലിയൊരു നാണക്കേടായി മാറിയേനെ. എന്നാൽ ആരെയും അറിയിക്കാതെ ഇത് നല്ല പക്വതയോടുകൂടി തന്നെ നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തല്ലോ, അതിൽ ഞങ്ങൾക്ക് ഒരുപാട് അധികം സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അശോകൻ അവരോട് നന്ദി പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയായി പറയുന്നത്, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല, കഴിഞ്ഞതെല്ലാം വിട്ടേക്ക്. ഇനിയിപ്പോ ഏതായാലും നിങ്ങളുടെ മകൾ വീട്ടിലേക്ക് വന്നു, ഫെബിൻ അവളുടെ വീട്ടിലേക്കും പോയി, ഇനി അടുത്ത കല്യാണത്തിന്റെ കാര്യങ്ങളാണെന്ന് സച്ചി പറഞ്ഞു. അതെ, അവരൊരു ദിവസം എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അശോകൻ പറഞ്ഞു. ഇനി ഏതായാലും മാളു, നീ കുറച്ച് സൂക്ഷിച്ചു കണ്ടൊക്കെ നിൽക്കണം, ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ വിളിച്ചാൽ മതി എന്നൊക്കെ സച്ചി മാളുവിനെ ഉപദേശിക്കുന്നുണ്ട്. അതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇത്രയും സമയം സംസാരിച്ചാൽ മതി എന്നൊക്കെ.
നിങ്ങൾ ഓർഡർ ഇടുന്നത് പോലെയാണല്ലോ എന്ന് അശോകന്റെ ഭാര്യ ചോദിക്കുമ്പോഴേക്കും, അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഒന്നും തന്നെ പറയാനില്ലാത്ത അവസ്ഥയിലായി എന്നൊക്കെ സച്ചി ഇങ്ങനെ വിശദീകരിച്ചു. ഓ, അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല എന്നല്ലേ എന്ന് രേവതി ഉടനെ ചോദിച്ചു. അയ്യോ രേവതി, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഞാൻ പിന്നെ എടുത്തോളാമെന്ന് രേവതി പറയുന്ന സമയത്തിന് നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് സച്ചി തപ്പി തടഞ്ഞു. അത് കഴിഞ്ഞ് മാളുവിനെ കൂട്ടിയിട്ട് മാറി നിന്ന് കൊടുത്തിന് രേവതി അവളോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. മോളെ, നീ ആഗ്രഹിച്ച ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചത് ഒട്ടും തന്നെ തെറ്റായിട്ടുള്ള കാര്യമല്ല. അത് നടക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ വേണം ആ ജീവിതം നമുക്ക് തിരഞ്ഞെടുക്കാൻ. നമ്മുടെ അച്ഛനമ്മമാരുടെ ആശീർവാദം ഉണ്ടായാൽ മാത്രമേ ആ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. അതെനിക്കിപ്പോൾ മനസ്സിലായി ചേച്ചി. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടാൻ പോകുന്നത്. ഒരുപാട് നന്ദിയുണ്ട് എന്ന് മാളു രേവതിയോട് പറഞ്ഞു. നിന്നെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയ അച്ഛനും അമ്മയും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കിത്തരാൻ പറ്റില്ലെന്നാണോ നീ വിചാരിച്ചത്? നീ അവരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കണമായിരുന്നു. നീ ആഗ്രഹിച്ച ജീവിതത്തെക്കുറിച്ച് നീ വീട്ടിൽ പറയുകയും അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. പെട്ടെന്നൊന്നും അവർ അതിന് സമ്മതിക്കില്ല. പക്ഷേ നീ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണമായിരുന്നു. ഏതായാലും ഇപ്പം എല്ലാം സമ്മതിച്ചു. അത് ചെയ്യാതെ നീ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവല്ലേ ചെയ്തത് എന്ന് രേവതി ചോദിച്ചപ്പോൾ, ചേച്ചി എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റാണെന്നും ആള് കുറ്റബോധത്തോടെ സമ്മതിച്ചു. ഏതായാലും അതൊക്കെ കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് മാളുവിനെ തിരിച്ച് അശോകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കിയതിനു ശേഷം സച്ചിയും രേവതി നേരെ കാറിൽ അങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മാളുവിനെ തിരിച്ച് അശോകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കിയതിനു ശേഷം സച്ചിയും രേവതിയും കാറിലേക്ക് കയറുമ്പോൾ അങ്ങോട്ടേക്ക് വീണ്ടും ബീരാൻ വരികയാണ്. അവർ തമ്മിൽ നേരിട്ട് കാണുന്നതോടുകൂടെ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.